സംരംഭകനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മീറ്റിങ്സ് വരും. മീറ്റിങ്സ് തന്നെയാണ്. മീറ്റിങ്സിൻ്റെ ബഹളമാണ് പല സംരംഭത്തിലും സ്ഥാപനത്തിലും നടക്കുക. പക്ഷേ ഇതൊക്കെ പ്രൊഡക്റ്റീവാണോ? ഇത് എഫിഷ്യൻ്റ് ആണോ? ഇത് എഫക്റ്റീവാണോ എന്ന് ആലോചിക്കാറില്ല പലപ്പോഴും. കാരണം ഒരു മീറ്റിംഗ് എന്തിനു വേണ്ടി? അതിൻ്റെ ടോപ്പിക് എന്താണ്? അതുകൊണ്ട് എന്താണ് റിസൾട്ട്, ഫ്രൂട്ട്ഫുള്ളായിട്ട് റിസൾട്ട് വരേണ്ടത് എന്ന് ആദ്യം അനുമാനിച്ചിട്ട് വേണം അതിൻ്റെ ടോപ്പിക്ക് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിനൊരു സമയം സെറ്റ് ചെയ്യുക, അതിനൊരു സ്ഥലം സെറ്റ് ചെയ്യുക, അത് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് സെറ്റ് ചെയ്യുക. കാരണം ഇരുത്തത്തിന് പോലും, സിറ്റിങ്ങിന് പോലും യു ഷേപ്പിലാണോ, ഓഡിയൻസ് നമ്മുടെ ക്ലാസ് റൂം മെത്തേഡാണോ, അതല്ല സ്റ്റാൻഡപ്പ് നിന്നിട്ടാണോ. പലപ്പോഴും ജാപ്പാനീസൊക്കെ നിന്നുകൊണ്ട് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 600 സെക്കൻഡിലാണ് അവരെണ്ണുന്നത്. ആ മീറ്റിങ്ങിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ആലോചിക്കാനുള്ള വിഷയങ്ങൾ നേരത്തെ ആലോചിച്ച് വരാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുക. അതിൽ കാര്യമാത്ര പ്രസക്തമായി ബ്രീഫ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ആലോചനകൾ, ചിന്തകൾ പങ്കുവെക്കുക, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, അതിനുള്ള ആൻസറുകൾ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇത്തരത്തിൽ ദ ഡെഡ് ലൈൻ ഫസ്റ്റ്, അതിലും അവസാനം എത്ര സമയം, എവിടെ അവസാനിക്കണം, എന്ത് റിസൾട്ട് ഉണ്ടാവണം, ആരൊക്കെ അതിൽ ഉൾക്കൊള്ളണം, ഏതൊക്കെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടണം, എന്തായിരിക്കണം എൻഡ് റിസൾട്ട് എന്നതിനെക്കുറിച്ച് കാര്യവിചാരവും ഗൗരവബോധവും വളരെ കണിശവും കൃത്യവുമായിട്ടുള്ള ഒരു നീക്കുപോക്കും ഇല്ലാത്ത സംരംഭകൻ്റെ മീറ്റിംഗ് എല്ലാം അബദ്ധത്തിലാണ്, നഷ്ടമാണ്. അത് കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ വഷളാക്കുന്നിടത്തേക്കാണ് ഈ മീറ്റിംഗ് പോവുക.